നമുക്ക് നമ്മുടെ മക്കളോടോ നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ മറ്റ് അയൽക്കാരോടോ നാട്ടുകാരോടോ ഒക്കെ പറയാൻ പറ്റാത്തതും അവരോടൊപ്പം ഇത് ചിരിക്കാൻ പറ്റാത്ത ചിരിക്കാനും എല്ലാ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കൂടെ പഠിച്ചവരുമായിട്ടുള്ള സൗഹൃദ സംവാദം. അതിനാണ് നമ്മളൊക്കെ ഇന്നത്തെ മഴയ്ക്ക് സത്യത്തിൽ പേടിയില്ലായിരുന്നാലേ. കാരണം ആരെങ്കിലും ഇതിനെ സുരേഷിന്റെ 10 പ്രാവശ്യം വിളിച്ചു, സുരേഷ് ആരെങ്കിലും വരുമോ മൈക്ക് എടുക്കണോ എന്നൊക്കെ ചോദിച്ച് കുറെ നേരം വിളിച്ചു. എല്ലാവരും ഇതൊരു സ്പിരിറ്റാണ്. ഏതാണ്ട് എല്ലാവരും തന്നെ നമ്മൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇത് ഏറെ സന്തോഷമുള്ളതായിരിക്കും. അപ്പൊ ഇതിന് ഈ സന്തോഷത്തോടൊപ്പം ഇത് നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ഈ എനർജി ഇന്നൊരു ദിവസം കൊണ്ട് തീർന്നു പോകുന്നതല്ല. ഒരുപാട് കാലം നമ്മുടെ ഈ എനർജി നമ്മുടെ ഈ കൂട്ടുചേരലിലൂടെ നമുക്ക് അത് സൂക്ഷിക്കാൻ കൂടി കഴിയും. അതാണ് ഇത്തരം ഒത്തൊരുമിച്ചുള്ള ഈ പരിപാടികളുടെ ഒക്കെ പ്രത്യേകത. ഇപ്പൊ തന്നെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ കല്യാണം കഴിച്ചാണ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എറണാകുളത്തോട് പഠിച്ചിരുന്നത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പക്ഷെ അവരുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓടി എത്തുകയാണ്. അപ്പൊ എന്താണ് ആ ബന്ധത്തിന്റെ ഒരു നമ്മുടെ കുടുംബങ്ങളുടെ കല്യാണങ്ങൾക്കും പരിപാടികളൊക്കെ എന്താണെന്ന് കയ്യിലാക്കുകയാണ്. ഇത്തരം ഒരു പരിപാടി വരുമ്പോൾ നമ്മളൊക്കെ ഓടിയെത്തുകയാണ്. എല്ലാ സ്ഥലത്തിൽ നിന്നും ഓടിയെത്താണ്. കുഞ്ഞികൾ വന്നത് അത്യാവശ്യം ഉണ്ടെന്ന് പോയി. പക്ഷെ എന്നാലും പങ്കെടുക്കുക, എല്ലാവരെയും കാണുക എന്നൊക്കെ പറയുന്നത് അതിന് വല്ലാത്തൊരു സന്തോഷം തന്നെ. ഇത് നിലനിർത്താനാണ് നമ്മുടെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയും ഈ ഗ്രൂപ്പുകളൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നത്. നമ്മളൊക്കെ കഴിഞ്ഞു പോയ കുറേ പൂർവികർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. കോളേജിലൊക്കെ സ്കൂളുകളൊക്കെ പഠിച്ച ആളുകൾ അത് പഠിച്ചു കഴിഞ്ഞതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധങ്ങൾ വിട്ടു. അവർ പല നാടുകളിൽ താമസാക്കി, പല സംവിധാനങ്ങളിലായി, പല ജീവിത ചുറ്റുപാടുകളിലായി. എന്നാൽ ആ ജീവിത ചുറ്റുപാടുകളെയൊക്കെ വീണ്ടും ഒരു കുടക്കൈയിനുള്ളിൽ കൊണ്ടുവരുവാൻ ഇതുപോലുള്ള സദസ്സുകൾക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെല്ലാം മറന്ന് നമ്മുടെ സാമ്പത്തിക അവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുടുംബ പശ്ചാത്തലമോ അല്ല അതൊന്നും നോക്കാതെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ആർക്കും ഒരു പ്രശ്നം വരാതെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു സംവിധാനം കൂടിയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പറ്റിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ പറ്റിയിട്ടുണ്ടാവും, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസം തരുന്നു എന്ന് പറയുമ്പോൾ കൈവൈ മറന്ന് എല്ലാം മറന്ന് നമ്മൾ ഇതിനൊക്കെ കൂടിച്ചേരുന്ന ഒരവസ്ഥ നമ്മുടെ ഈ ഗ്രൂപ്പ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് തന്നെ കുറച്ചുകൂടി സാംസ്കാരികപരമായിട്ടൊക്കെ ഉയർന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിനകത്ത് പാട്ടുണ്ട്, ചില സംസാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ലോകവിവരങ്ങളൊക്കെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. ഞാൻ മറ്റു പല ഗ്രൂപ്പുകളുമുണ്ട്. പക്ഷെ കുഞ്ഞിക്കടനെ പോലെയുള്ള ആളുകളൊക്കെ പല സംഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലിടുമ്പോൾ അതൊക്കെ വായിച്ചാൽ നമുക്കുണ്ടാവുന്ന സുഖം അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാംസ്കാരികമായി വരുന്ന രാഷ്ട്രീയപരമായി വരുന്ന അത് നമുക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ നിലവാരം സൂക്ഷിക്കുന്ന പലതും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായത് ഗ്രൂപ്പ് കൊണ്ടാണ് എന്നുള്ളത് വല്ലാത്തൊരു ആനന്ദം തന്നെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ കടന്നു പോകലുകളിലൊക്കെ തന്നെ നമുക്ക് കൊഴിഞ്ഞു പോകലുകൾ ഉണ്ടാവാം. ഈ കൊഴിഞ്ഞു പോകലുകൾക്ക് മുമ്പ് ആരോടും പരിഭവങ്ങളില്ലാതെ, ആരോടും പ്രയാസങ്ങളില്ലാതെ, അസൂയയില്ലാതെ, വെറുപ്പില്ലാതെ, വൈരാഗ്യമില്ലാതെ മുന്നോട്ട് ജീവിച്ചു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നമുക്ക് ഈ ഒരു ഇത്തരം സദസ്സുകൾ നമുക്ക് വല്ലാതെ ഉപകാരപ്പെടും. പല ക്ലാസ്സുകളിലും പോയപ്പോഴാണ് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ പോയപ്പോൾ അവരുടെ വാക്കുകൾ